യേശു ഒത്തിരി അവെയറായിരുന്നു. തൻ്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, സംഭവങ്ങളെക്കുറിച്ച്, ജീവിത രീതികളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുമായിരുന്നു. ഇങ്ങനെ അപ്ഡേഷൻ യേശു ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ യേശു അതിനെ റിലേറ്റ് ചെയ്താണ് തൻ്റെ മുമ്പിലിരുന്നവരോട് സംസാരിച്ചു തുടങ്ങിയത്. അന്ന് നടന്നൊരു ഹോട്ട് ന്യൂസ് ഇതാണ്: ഗലീലയിൽ കുറേ അധികം പേര് ബലിയർപ്പിക്കാൻ പോയി. അവരെ പിലാത്തോസ് കൊന്നുകളഞ്ഞു. അതൊന്ന് ചർച്ചാ വിഷയമാണ്. എല്ലാവരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യേശു ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി, അസസ് ചെയ്ത് അതിനെ തിരിച്ചറിഞ്ഞു. അതേ കിടക്ക് മുമ്പ് നടന്നൊരു സംഭവമുണ്ട്. അത് സിലോഹയിൽ ഗോപുരം ഇടിഞ്ഞ് 18 പേര് കൊല്ലപ്പെട്ട സംഭവമാണ്. അപ്പം ഇതൊക്കെ സംഭവിക്കുമ്പോൾ അന്നത്തെ ആളുകൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന രീതി എന്ന് വെച്ചാൽ പാപം ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ യേശു കൃത്യമായിട്ട് പറയുന്നു, അല്ല, നിങ്ങളുടെ എല്ലാവരും ടോക്ക് തെറ്റാണ്. അങ്ങനെ പാപം ചെയ്തതുകൊണ്ടല്ല, അവർ പാപികളായതുകൊണ്ടല്ല ഇതൊക്കെ സംഭവിച്ചത്. അത് വേറൊരു ആസ്പെക്റ്റാണ്. യേശുവിനെ എല്ലാവരും ടോക്ക് കേട്ടിട്ട് അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി അവൻ കൃത്യമായിട്ട് അതിനൊരു ഡെഫിനിഷൻ നൽകി, അതിന് സൊല്യൂഷൻ നൽകി, അതിന് എക്സ്പ്ലനേഷൻ നൽകി. അതാണ് യേശുവിൻ്റെ പ്രത്യേകത. എനിക്ക് പരിചയമുള്ളൊരു സിസ്റ്ററിൻ്റെ അമ്മ മരിച്ചുപോയി 2 ദിവസം മുമ്പ്. ആ അമ്മ ഒത്തിരി വേദന സഹിച്ചിട്ടാണ് ഈ ഭൂമിയോട് ഇവിടെ പറഞ്ഞത്. ശാരീരികമായിട്ടൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നുപോയി. ഒത്തിരി ദിവസം ബെഡിഡനായിരുന്നു. എന്നാൽ ഈ അമ്മ ഇത്രയും വേദനയിലൂടെ കടന്നുപോയപ്പോൾ ഒരു പ്രാർത്ഥിക്കാമെന്ന ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത് കുടുംബത്തിൻ്റെയൊക്കെ പാപങ്ങൾ ക്ഷമിക്കാൻ വേണ്ടി ഈ അമ്മ ഈ ഭൂമിയിൽ സഹിക്കുന്നുവെന്നാണ്. അങ്ങനെയല്ല എന്ന് യേശു പഠിപ്പിച്ചെടുത്ത് പ്രാർത്ഥിക്കാൻ വന്ന ഒരാൾ പോലും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് ദൈവത്തിന് നിരക്കാത്തതല്ലേ? ഈ ഭൂമിയിലെ പാപങ്ങൾക്ക് ഫലമാണ് ഇവിടുത്തെ സഹനമെന്നും അതുകൊണ്ട് നമ്മൾ സഹിച്ചിട്ടാണ് ഈ ഭൂമിയിലെ രോഗങ്ങളും വേദനകളൊക്കെ പാപത്തിൻ്റെ ഫലമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു തുടങ്ങിയാൽ എവിടെയാണ് ക്രിസ്തുവിൻ്റെ നിലപാടോടുകൂടി നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത്? എവിടെയാണ് ക്രിസ്തുവിൻ്റെ ഹൃദയത്തോടുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഒറ്റ വാക്കിൽ യേശു പറഞ്ഞു, അങ്ങനെയല്ല. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്: സ്പിരിച്വാലിറ്റിയിൽ നമ്മളൊക്കെ ചിലപ്പോൾ ബ്ലൈൻഡായിട്ട് ചില കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. സ്പിരിച്വാലിറ്റിയിൽ നമ്മളൊക്കെ വെള്ളം ചേർക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ചേർക്കരുത്. ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ മുമ്പിലിരിക്കുന്നവരോട് പറയുമ്പോൾ അതവരെ വല്ലാണ്ട് വേദനിപ്പിക്കും. പിന്നീട് അതോർത്ത് വേദനിക്കുന്ന ഒരു കുടുംബവും ഒരു മനുഷ്യകുലം മാത്രമായിട്ട് അവർ മാറും. അങ്ങനെയൊന്നുമല്ല നമ്മുടെ ദൈവം. പാപങ്ങൾക്ക് ശിക്ഷയാണ് ഈ വേദനകളും രോഗങ്ങളും മരണം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ